Hi friends, I am Rani. Welcome to my channel Salt and Pepper. ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഈ വ്ലോഗ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. എങ്കിലും അത് പിന്നെ ചെയ്യാൻ പറഞ്ഞു മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ കുറേ വീഡിയോസ് കണ്ടപ്പോൾ ഈ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ട് ഈ വ്ലോഗ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് പ്രസവശേഷമുള്ള ആ ബെല്ലി ഫാറ്റ് എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്നാണ്. അപ്പോൾ ഇത് സിസേറിയൻ സെക്ഷൻ ആണെങ്കിലും അല്ലെ നോർമൽ ഡെലിവറി ആണെങ്കിലും ഈ ഒരു മെത്തേഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വർക്കാവുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതിന് മുന്നേ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, ആരെങ്കിലും ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. എന്തായാലും എനിക്കറിയാവുന്ന ഈ ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെയ്ത മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സിസേറിയൻ സെക്ഷൻ ചെയ്തതിന് ശേഷം ഒരു ദിവസം നമ്മൾ കുറച്ച് മണിക്കൂറിലേക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവിലായിരിക്കും. ആ പോസ്റ്റ് ഓപ്പറേറ്റീവിൽ നിന്ന് ഞാൻ എൻ്റെ മുറിയിലേക്ക് വന്നതിന് ശേഷം ആദ്യം ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഭംഗിയായിട്ട് നല്ല ടൈറ്റായിട്ട് നമ്മൾ പാഡ് ഉപയോഗിക്കുക. കാരണം നമുക്ക് ഡിസ്ചാർജസ് ഉണ്ടാകാം, ബ്ലീഡിങ് ഉണ്ടാകാം. അപ്പം എല്ലാവരും ഇത് നോർമലായ കാര്യം തന്നെയാണ്. എല്ലാവരും തന്നെ പാഡ് ഉപയോഗിക്കാറുണ്ട്. നല്ല ടൈറ്റ് ഫിറ്റായിട്ട് വെക്കുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ പാഡ് ഉപയോഗിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് കുറച്ച് തുണിയും കൂടെ ചുറ്റിയിട്ട് ടൈറ്റ് ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി നിങ്ങൾക്കത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒട്ടും എയർ ഉള്ളിലോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ മുണ്ട് ഇല്ലേ, അത് നന്നായിട്ട് മടക്കിയിട്ട് ഈ വയറ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഉടുക്കണം. വയറിനെ നന്നായിട്ട് ടൈറ്റ് ഫിറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. കാരണം ഇത്രയും നമുക്ക് ബൾക്കിയായിട്ട് കിടക്കാം. നമ്മുടെ വയറ് നല്ല ലൂസായിട്ട് നിൽക്കുമല്ലേ. ഈ കുഞ്ഞ് പുറത്ത് പോകുന്നതിന് ശേഷമുള്ള ഈ വലിയ വയറ് നമുക്ക് ഒതുക്കാൻ വേണ്ടി മുണ്ട് വളരെ നല്ലതാണ്. നല്ല ടൈറ്റായിട്ട് നിങ്ങൾ ഉടുക്കണം. ഈ അടിവയറ് നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വേണം നിങ്ങളിത് ഉടുക്കാൻ. അതാണ് അടുത്ത ഒരു മെത്തേഡ്. ഈ രണ്ട് മെത്തേഡ് നിങ്ങൾ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. നിങ്ങൾ ഇത് ഒരിക്കലും അവോയ്ഡ് ചെയ്യല്ലേ. ഇന്ന് ഇച്ചിരി നേരം കൊടുത്തു, ഇറ്റ്സ് ഫീലിംഗ് സോ ടൈറ്റ് എന്നൊക്കെ പറഞ്ഞു മാറ്റി വെക്കരുത്. അത് എത്ര ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ നിങ്ങളത് കണ്ടിന്യൂസ് നിങ്ങളത് ചെയ്യുക. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും ഈ മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കണം. കിടക്കാൻ നേരമാണേലും എനി ടൈം നിങ്ങൾ കുളിക്കുന്ന സമയത്ത് മാത്രമേ ഇത് മാറ്റാവുള്ളൂ. ഇങ്ങനെ നിങ്ങൾ ഒരു മാസം ചെയ്തു നോക്കിക്കുക. നിങ്ങളുടെ വയറ് എത്രമാത്രം മാറുമെന്നറിയാമോ? ഞാൻ പലരും വീഡിയോയിൽ പറയുന്നത് കേട്ട് നമുക്ക് ബെൽറ്റ് ഉപയോഗിക്കാമെന്ന്. തീർച്ചയായിട്ടും നമുക്ക് ബെൽറ്റ് അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ കാലത്താണെങ്കിലും എപ്പോഴും തന്നെ ഞാൻ കേട്ടേക്കുന്നതും എല്ലാവരും ബെൽറ്റ് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, പലരും പല സൈസിലുള്ളവരാണ്. പക്ഷെ നമുക്ക് പല രീതിയിലുള്ള ബെൽറ്റ് കിട്ടും. ഇത്രയും വലിയ വയറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ബെൽറ്റ് വെക്കുമ്പം നമ്മുടെ താഴ്ഭാഗത്തെ വയറൊക്കെ പുറത്തോട്ട് ചാടി നിൽക്കും. അത് ശരിക്കും ഫിറ്റ് ആവത്തില്ല. അതിലും നന്നായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നല്ല ടൈറ്റായിട്ട് മുണ്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ സിസേറിയൻ സെക്ഷൻ ആയപ്പോഴേക്കും ഞാൻ ചെയ്ത വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാഡ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഉപയോഗിച്ചു. ആൻഡ് ദെൻ ഞാൻ ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടമ്മി ടക്കിനുള്ള നിക്കേഴ്സ് കിട്ടും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ ഓൺലൈനുകളിൽ. ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് താഴെ തരാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ബിലോ ചെസ്റ്റ് കേട്ടോ, നിങ്ങളുടെ അപ്പർ ചെസ്റ്റ് വരേക്കും നിങ്ങൾക്ക് അത് വലിച്ചിങ്ങനെ കയറ്റാം. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ ഇരിക്കും. നിങ്ങൾ സിസേറിയൻ സെക്ഷൻ ആണെന്നോർത്ത് നിങ്ങൾ പേടിക്കേ വേണ്ട. നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ഡ്രസ്സിങ്സ് ഉണ്ട്. ആ ഡ്രസ്സിങ്ങിൻ്റെ അവിടെ കൈ ഒന്നകത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണം ഈ പറയുന്ന ഈ നിക്കർ ഒന്ന് വലിച്ചു മുകളിലേക്ക് കയറ്റുവാനായിട്ട്. അപ്പം നമ്മളവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണം നമ്മളിതിനെ നന്നായിട്ടൊന്ന് ഫിറ്റ് ചെയ്തിടാൻ. കാരണം ഇത് നല്ല ടൈറ്റ് ഫിറ്റാണ്. ഒന്നുകൊണ്ട് പേടിക്കേ വേണ്ട. ഞാൻ ട്രൈ ചെയ്തതാണ്. എനിക്കൊരു 3 days ഒക്കെ ആയപ്പോഴേക്കും ഡോക്ടേഴ്സ് എന്നെ കാണാൻ വന്നപ്പോഴേക്കും പറഞ്ഞു, അയ്യോ ഇത്രയും വലിയ വയർ എവിടെ പോയെന്ന്. പക്ഷേ ഞാൻ അവരോട് പറയാൻ പോയില്ല. സത്യം പറയാമല്ലോ, ഞാൻ അവരോട് പറഞ്ഞില്ല ഞാൻ എന്താ ചെയ്തതെന്ന്. ഡോക്ടേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അവർ തന്നെ പറയാറുണ്ട് നിങ്ങൾക്ക് ഈ ബെൽറ്റ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞുള്ള നമുക്ക് ഈ ബെൽറ്റ് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ അതിലെല്ലാം പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ് ഞാനിപ്പം പറഞ്ഞത്. ഈ നിക്കറാണ് ബെസ്റ്റ്. നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അതിനപ്പുറം ഒരു സൊല്യൂഷൻ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം ഇത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്, സിസേറിയൻ സെക്ഷൻ കഴിയുമ്പോഴേക്ക് നമുക്ക് നല്ല വേദന ഉണ്ടാകത്തില്ല. ഇതങ്ങോട്ട് വന്നു കഴിയുമ്പോൾ വയറൊന്നും അനങ്ങാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കും ഫ്രണ്ടും എല്ലാം നല്ല സപ്പോർട്ടീവ് ആയിരിക്കും. നമുക്ക് നല്ല ഒരു കംഫർട്ടായിരിക്കും. വയറ് പെട്ടെന്ന് തന്നെ ചുങ്ങും. എക്സ്പെഷ്യലി നമുക്ക് ആ പാടിരിക്കുന്നതുകൊണ്ട് ഒട്ടും എയർ ഉള്ളിലേക്ക് കയറുന്നില്ല. ഈ എയർ ഉള്ളിലോട്ട് കയറരുത് എന്നുള്ളത് മസ്റ്റായ ഒരു കാര്യമാണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ അറബികളായിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ അവിടെ ഇപ്പം നേഴ്സുമാരൊക്കെ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്കറിയാൻ പറ്റും. ഇവർ ഡെലിവറി കഴിഞ്ഞ് റൂമിലേക്ക് വരുന്ന ആ സെക്കൻഡിൽ തന്നെ സ്പോട്ട് ഓൺ അവർ ഇതുപോലത്തെ ടമ്മി ടക്കിൻ്റെ നിക്കേഴ്സ് എന്തെങ്കിലും
വലിച്ചു കയറ്റും. അല്ലെങ്കിൽ ഉടനെ തന്നെ തുണി വെച്ച് വളരെ ടൈറ്റായിട്ട് അവർ അപ്പോൾ തന്നെ ചെയ്യുന്ന ഈ 2 കാര്യമാണ്. പിന്നെ നമ്മൾ ആ ഒരു കാര്യം ചെയ്യാറില്ല. എല്ലാവർക്കും എന്തോ പേടി, ഇനി മുറിവ് പൊട്ടുമോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ നന്നായിട്ട് പ്രോപ്പറായിട്ട് ചെയ്താൽ പേടിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ ചെയ്ത ഒരു കാര്യം തന്നെയാണ്. അത് ഞാൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. അത് ശരിക്കും വർക്കൗട്ട് ആവും. നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ സിസേറിയൻ സെക്ഷൻ അല്ലേ, ഞാൻ വിൽ വെയിറ്റ് ഫോർ 28 days അല്ലെ, 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഈ ബെൽറ്റൊക്കെ ഇടുന്നത്. ആ സമയത്തേക്ക് നമ്മളൊരു പരിവാകും. കാരണം നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോഴേ അമ്മയും നമ്മുടെ പേരൻസ് അവരുടെ സ്നേഹം കൂടിയിട്ട് അവർ നമുക്ക് എന്തൊക്കെ തരുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല. ഉള്ള ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് മുഴുവൻ നമുക്ക് തരും. നമുക്ക് എന്താ പറയുക, ലേഹ്യം, പൂക്കല രസായനം, എന്താ പറയുക, നെയ്യ്, ആട്ടിൻ സൂപ്പ്, ഇവരുടെ സ്നേഹം കൊണ്ട് നമ്മളും അതെല്ലാം വാങ്ങിച്ചും കൊണ്ട് തിന്നും. ഇതെല്ലാം കൂടെ കൊഴുപ്പ് വയറ്റിലായിരിക്കും കൂടുതലും അടിയുന്നത്. കാരണം നമുക്ക് വയറുവേദനയൊക്കെ ഉള്ളത് നമ്മൾ അധികം മൂവ് ചെയ്ത് നടക്കുവോ അങ്ങനെയൊന്നും കാണത്തില്ല. ഈ ബെല്ലി മുഴുവൻ ഫാറ്റായിരിക്കും. അതിനുശേഷം നമ്മുടെ വയറ് മുഴുവൻ ഫാറ്റായിരിക്കും. നമ്മൾ അധികം എക്സസൈസ് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. ഇതിനെല്ലാം ശേഷം കഴിഞ്ഞായിരിക്കും നമ്മൾ ബെൽറ്റിനെ പറ്റി ചിന്തിക്കുന്നത്. അയ്യോ എൻ്റെ വയറെന്നുള്ള കാര്യം പിന്നീടായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സിസേറിയൻ കഴിഞ്ഞാണേലും നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടാണേലും നിങ്ങൾ അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾക്ക് ആ വിത്തിൻ ഡേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ അത് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ഫലപ്രദമായ കാര്യം. അതിന് ഞാൻ 100% ഗ്യാരണ്ടിയാണ്. ഇതാരും പറഞ്ഞു തന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ മുറിവ് പൊട്ടിപ്പോകുന്ന ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. കൈ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈയുടെ മേൽക്കൂടെ വേണം ഈ നിക്കേഴ്സ് വലിച്ച് ഇടാൻ. ഇനി അത് നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് തൊട്ട് നിങ്ങൾ ഒന്നുകിൽ മുണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതുപോലെ ഷോളോ എന്തെങ്കിലും കോട്ടൺ ആയിട്ടുള്ള തുണികളാകുമ്പോൾ നന്നായിട്ട് ഫിറ്റായിട്ടിരിക്കും. അത് വളരെ ടൈറ്റായിട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ പാട് വളരെ ടൈറ്റായിട്ട്, ഒട്ടും ലൂസായിരിക്കരുത്, നല്ല ടൈറ്റ് ഫിറ്റിൽ വെക്കണം. നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കിടക്കുമ്പോൾ, നമ്മൾ സാധാരണ കിടക്കുമ്പോൾ ചെരിഞ്ഞു കിടക്കുന്നു അങ്ങനെ. പക്ഷെ അമ്മമാർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാലിൻ്റെ മേലെ കാല് വെച്ച് കിടക്കണമെന്ന്. പക്ഷെ ഓൾവേസ് വെക്കല, നിങ്ങൾ പ്രഷർ റിലീവ് ചെയ്യണം കേട്ടോ. കാലിൻ്റെ മേലിൽ പട്ടുമ്പോഴെല്ലാം തന്നെ കാല് വെച്ച് കിടക്കുക. അപ്പോൾ ഒരു കാരണവശാലും എയർ ഉള്ളിലേക്ക് പോവില്ല. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ 60 days പാട്, ഞാൻ 60 days ഡിസ്ചാർജസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാട് വെച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ മുണ്ട് ഉടുക്കുമായിരുന്നു. മുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ടമ്മിറ്റൊക്കെ നിക്കർ ഞാൻ ധരിച്ചിട്ടുണ്ട്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കിനി മുണ്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ടമ്മിറ്റൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ മക്കളെ 100% ഞാൻ തരുന്ന വാക്കായത് ഇത് വർക്കൗട്ടാവും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം, പിന്നെ ഏർലി മോർണിംഗ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ തീർന്നതിന് ശേഷം എന്ന് വെച്ചാൽ നമുക്കിപ്പം മരുന്നുകളൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നുണ്ടെങ്കിൽ അത് തീർന്നതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഏർലി മോർണിംഗ് ഫസ്റ്റ് തിങ് നിങ്ങൾ കുടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചി നീരും തേനൂടെ, അത് എബൌട്ട് ഒരു 25-30 ml ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് കുടിക്കുക. ഇത് വെറും വയറ്റിൽ നമ്മൾ കുടിക്കുന്നത്. ഇതങ്ങോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര കത്തല. അപ്പം നമുക്കുണ്ടാകുന്ന ഈ എക്സ്ട്രാ വയറും എല്ലാം ശരിക്കും എക്സ്ട്രാ വയറെല്ലാം പോകാൻ വേണ്ടി, ആ ഫാറ്റൊക്കെ ഉരുകി തീരാൻ വേണ്ടിയാണ് ഇത് നമുക്ക് തരുന്നത്. ഇത് വളരെ നല്ലൊരു മെഡിസിനാണ്. ഇപ്പം നമുക്ക് ഡെലിവറിക്ക് ശേഷം അല്ലെങ്കിൽ പോലും ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മരുന്ന് അല്ലെ ഈ ഒരു സിറപ്പ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാമെന്നുള്ളത് ശരിക്കും വർക്കൗട്ട് ആവും. നിങ്ങളത് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഫീൽ മനസ്സിലാവും. അതും എനിക്കൊന്നൊരു 7 days അല്ലെ 10 days, എനിക്കൊന്നൊരു 7 days ഞാനത് കുടിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് തരുന്ന അനാവശ്യമായ ലേഹ്യങ്ങളും ഫാറ്റ്, നെയ്യ്, അത് കഴിക്കുക ഇത് കഴിക്കുന്നൊക്കെ പറഞ്ഞൊന്നും അത് കഴിക്കുക ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പേരൻസ് നമുക്ക് കൊണ്ട് തരും. അയ്യോ അവർ തരുന്നതല്ലേ എന്ന് വിചാരിച്ച് എല്ലാം വാങ്ങിച്ച് തിന്നല്ലേ, അത് മുഴുവൻ അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് കഴിവതും നമുക്ക് വേണ്ട ഭക്ഷണം നമ്മൾ കഴിക്കുക, ആവശ്യമില്ലാത്തതിനെ അപ്പം തന്നെ അവോയ്ഡ് ചെയ്യുക. ഈ വണ്ണമൊക്കെ പിന്നെ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കളയാൻ വളരെ പാടാണ്. അതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിക്കുക. കുളിപ്പിക്കുമല്ലോ നമ്മളെ, അത് വൂണ്ടൊക്കെ ക്ലിയറായി നമ്മൾ ഓക്കെ ആണെന്ന് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രം ബെല്ലിയൊക്കെ നന്നായിട്ട് റൗണ്ട് രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്താൽ ഉണ്ടാകുന്ന ഫാറ്റുകളെ നമുക്ക് കളയാൻ പറ്റും. ഇപ്പോൾ നോർമൽ ഡെലിവറി ഉള്ളവർക്കാണെങ്കിൽ ഇതൊരു പ്രശ്നമല്ല കേട്ടോ. അവർക്ക് മസാജ് ചെയ്ത് ഈ ഫാറ്റ് കഴിവതും നമുക്ക് കളയാൻ പറ്റും. നന്നായിട്ട് വെള്ളം കുടിക്കണം. ഞാനീ പറഞ്ഞ മെത്തേഡ്സൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ തന്നെ മനസ്സുകൊണ്ടൊന്ന് പ്ലാൻ ചെയ്യണം. രാവിലെയും വൈകിട്ടും ഇച്ചിരി നടക്കാം. വലിയ എക്സസൈസ് ചെയ്യാനൊന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്ന് പുറത്ത് നടക്കാം. ചെറിയ വോക്ക്, ഇളം വെയിൽ കൊള്ളുക എന്നൊക്കെ പറയത്തില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇച്ചിരി നടക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം ഇച്ചിരി നടക്കുക. ഭക്ഷണം ഒറ്റയടിക്ക് ഒത്തിരി കഴിക്കാതിരിക്കുക. എന്താ പറയുക, ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക. ഒരുപാട് ഫാറ്റ്
ദേഹത്തേക്ക് അടിച്ച് കയറ്റാതിരിക്കും. അപ്പോൾ ഇനി തടി ഒരു കാരണവശാലും കുറയുന്നില്ല, ഞാൻ മാക്സിമം എൻ്റെ എല്ലാം ഞാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട്, പക്ഷേങ്കിൽ തടി കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ സഹായം തീർച്ചയായിട്ടും തേടണം. കാരണം നിങ്ങളുടെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ കൊണ്ടാകാം, നിങ്ങളുടെ ഡയബറ്റീസ് ആയിരിക്കും, ഹൈപ്പോതൈറോയിഡിസം ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന സ്ട്രെസ്സുകളായിരിക്കാം, എന്തെങ്കിലും മെഡിക്കേഷൻ്റെ സൈഡ് എഫക്ട്സ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഡോക്ടറിനെ കണ്ട് അഡ്വൈസ് എടുക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ് വഴി നമ്മുടെ യൂട്രസ് നന്നായിട്ട് ചുരുങ്ങാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ കാലറീസും എല്ലാം കുറേ അങ്ങ് ബേൺ ആയി പൊക്കോളും കുഞ്ഞിന് ഫീഡ് ചെയ്യുന്ന വഴി. അപ്പോൾ അതാരും മറക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു 6 months അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര നാൾ വേണേലും കുഞ്ഞിനെ ഫീഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഗുണമേ ചെയ്യുള്ളൂ, കുഞ്ഞിനും അമ്മയ്ക്കും ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ഡോക്ടറോട് ചോദിച്ചിട്ടൊക്കെ എക്സസൈസ് തുടങ്ങാവുള്ളൂ. കാരണം ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും. ചില കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ഒക്കെ കഴിഞ്ഞുള്ളവരൊന്നും നേരെ കയറി എക്സസൈസിലേക്കൊന്നും കടക്കരുത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറുടെ അഡ്വൈസ് ചോദിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് ആദ്യം പറഞ്ഞ കുറച്ച് പാർട്ടാണ്. ജസ്റ്റ് ആഫ്റ്റർ സിസേറിയൻ സെക്ഷൻ അല്ലെങ്കിൽ ഡെലിവറി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്. ഒരു കുറച്ച് നാൾ അല്ലെ 1 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമല്ല, സ്ട്രെയിറ്റ് അവേ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ ഇത് 100% വർക്കൗട്ട് ആവും. അതിൽ നിങ്ങൾ പേടിക്കേണ്ട, പ്രോപ്പറായിട്ട് ചെയ്താൽ മതി. അത് ജെൻറ്റിലായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇനി നിക്കർ ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ബെൽറ്റ് ഉടനെ ഉപയോഗിക്കാൻ പറ്റുമോ, ഞാൻ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ അങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് നിങ്ങൾക്ക് പേടി തോന്നിയെങ്കിൽ തീർച്ചയായും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഡോക്ടേഴ്സിനോട് അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. ഇത് വളരെ ഫലപ്രദമായൊരു കാര്യമാണ്. ഞാൻ ചെയ്ത കാര്യമാണ്, ഇവിടെ പലരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ശരിക്കും വർക്കാവുന്നൊരു കാര്യമാണ്. ഇത് നമ്മുടെ ഇടയിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കാണാത്തത്. പക്ഷെങ്കിൽ നിങ്ങൾ അബ്രോഡിലോട്ടൊക്കെ പോയി കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാം. ഇപ്പം അറബിക് നാടുകളൊക്കെ വർക്ക് ചെയ്തവർക്കാണെങ്കിൽ ഒരുപക്ഷെ കുറച്ച് പേർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും ഇതിന് മുമ്പ് അറിയാമായിരുന്നു ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഫലപ്രദമായെന്ന് തന്നെ ഞാൻ കരുതട്ടെ. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും താങ്ക് യു ആൻഡ് ബൈ.